ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. നല്ല മഴയുള്ളൊരു ദിവസം ഞാൻ മുറ്റത്തോട്ട് ഇറങ്ങി. വിത്ത് കൊട കുറച്ച് മഴ നോക്കാൻ ഇറങ്ങുകയാണ്. അയ്യോ, നിങ്ങൾക്ക് കാണാൻ പറ്റില്ലല്ലോ. ഞാൻ നോക്കുമ്പോൾ ഇരുണ്ട് മൂടിക്കെട്ടി കിടക്കുന്നു കാര്യങ്ങൾ. എനിക്ക് രാവിലെ ഒരു ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ഒരു സിൽവർ ഷോപ്പിൻ്റെ ഇനോഗ്രേഷൻ. കുഞ്ഞു കടയാട്ടോ, പട്ടം ആ റോഡിൽ ഒരു വെള്ളിക്കട. കുറച്ച് സ്വർണ്ണമുണ്ട് അവരുടെ, എന്നാലും വെള്ളിക്കടയുടെ ഇനോഗ്രേഷൻ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഞാനിങ്ങനെ റെസ്റ്റ് എടുക്കുമായിരുന്നു. അന്നേരം നല്ല ജലദോഷം, ചുമ, പനിയൊക്കെ ആയിരുന്നു. അതിൽ നിന്നൊക്കെ മാറി, എങ്കിലും ചുമയും ജലദോഷം സ്റ്റിൽ പോയി. അപ്പോൾ നല്ല ഇരുണ്ട് കിടക്കുന്നു ആകാശമൊക്കെ. അകത്തൊക്കെ നല്ല ഇരുട്ട്, എല്ലാ മുറിയിലും ലൈറ്റ് ഇട്ടിട്ടായിരുന്നു. മഴ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കാണാനായിട്ട് ഇറങ്ങിയതാണ്. നോക്കാമല്ലേ, കുടയും കൊണ്ട് നടന്നു നോക്കാം. നമ്മുടെ ചെടികളൊക്കെ നോക്കിയേ. ടൊമാറ്റോ ചെറീസ് വീണ്ടും പൂത്തു. അത് കഴിഞ്ഞ് കുറേ കായെല്ലാം ഉണ്ടായിരുന്നു, പഴുത്ത് തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് റെഡ് കാണാം. എന്ത് ഭംഗിയറിയോ, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ടൊമാറ്റോ ചെറീസ് ഇതിപ്പോൾ ഇത്രയും വലിയ കെട്ടി വെച്ചിരിക്കും കേട്ടോ. ഇത് ഒരുപാട് ഇങ്ങോട്ട് പടർന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് വരാണ്ടിരിക്കാം, കുറച്ച് സ്ഥലമല്ലേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ ഇത് നോക്കിയാൽ നമ്മുടെ നിത്യ കല്യാണിയുടെ വേരൊക്കെ ഇങ്ങനെ ഔട്ട് അതും എല്ലാം കെട്ടി വെച്ചിരിക്കും ഇപ്പോൾ, സ്പ്രെഡ് ഔട്ട് ആവാണ്ടിരിക്കും. അത് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, അതിന് കരിനെല്ലിക്ക, അതായത് ചെറിയ നെല്ലിക്ക മരത്തിലേക്കാണ് നിത്യ കല്യാണി പടർന്ന് കിടക്കുന്നത്. അരിനെല്ലിക്ക എന്നോ എന്താണ് അതിന് പറയുന്നത്. നിത്യ കല്യാണി ഇങ്ങനെ എന്താ പറയുന്നത്, പൂക്കുന്നത്, ബ്ലൂം ചെയ്യുന്നത് വൈകുന്നേരങ്ങളിലാണ്. പക്ഷേ ഇങ്ങനെ മൊട്ട് വന്നിങ്ങനെ റെഡിയായി നിൽക്കും. നല്ല രസമാണ്. ഈവനിങ് ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടി പോകുമ്പോൾ നല്ല മണമാണ്. നല്ല ഈവനിങ് വെച്ചാൽ സന്ധ്യ കഴിയുമ്പോൾ ഇതിങ്ങനെ പൂക്കും. അതുവരെ മൊട്ടായിട്ട് നിൽക്കും. റോഡിലെ അവസ്ഥ നോക്കട്ടെ. ഇതാരാണ്, അനുക്കുട്ടി വരുവാണോ? അല്ല, ഡ്രൈവർ കൊണ്ടുവിട്ടിട്ട് വന്നു ഇതിന് പുറത്തോട്ട്. ഇത് നോക്കിയേ, യെസ്, പുതിയ റോഡ് പരിഷ്കാരം. അതെ, നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലെല്ലാം ഓടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇതായിരുന്നു. ഇപ്പം നോക്കിയാൽ അതിലെല്ലാം വെള്ളം കെട്ടി നിൽക്കുന്നു. ഇതാണ് ഇപ്പോഴത്തെ കറണ്ട് സിനാരിയോ. ഇതിങ്ങനെ ഡ്രെയിനായിട്ടാണ് വെച്ചിരിക്കുന്നത് കേട്ടോ, അങ്ങോട്ട് വെള്ളം ഒഴുകി പോകാനായിട്ട്. പക്ഷെ അതൊന്നും അത്ര പ്രോപ്പറായില്ലാന്ന് തോന്നുന്നു. സ്ലോപ്പൊക്കെ ശരിയായിട്ടല്ല കിടക്കുന്നത്. ഓക്കെ, നമ്മുടെ ഫ്രണ്ടിലൊക്കെ വെള്ളം കെട്ടി ഇങ്ങോട്ട് ഒഴുകി പോകുന്നുണ്ട്. ചിലപ്പോൾ ഈ വെള്ളമൊക്കെ അങ്ങോട്ട് തന്നെ ഇരിക്കല്ലേ പോകുന്നത്. യെസ്, അങ്ങോട്ട് ഫ്ലോ ഉണ്ട്. ഓക്കെ, അങ്ങനെ പോയാൽ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല, ഇനി ബാക്കിയുണ്ട്, വർക്ക് ഇൻ പ്രോഗ്രസ്. ഇതാണ് മഴ സീൻ, വീട്ടിൻ്റെ ഫ്രണ്ടിലെ മഴ സീനാണ്. നല്ല രസമല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷം, മഴ. മാഞ്ചസ്റ്ററിലൊക്കെ എപ്പോഴും ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റാണ്, മാറി മാറി വരും. മഴയും ഇങ്ങനെ ഒരു ഡാർക്ക്നെസ്സൊക്കെ വന്നു പോകും. ഓക്കെ, ദിസ് ഇസ് ഹൗ ഇറ്റ് ഈസ്. ഒരു ലേസി ഡേ എന്ന് വേണമെങ്കിൽ പറയാൻ നോക്കുമ്പോൾ അല്ലേ, ഇങ്ങനെ കാണുമ്പോൾ. ആ മരം നോക്കിയ ചക്ക ഇങ്ങനെ വെള്ളയ്ക്ക് കാച്ചു നിൽക്കുന്നു. അതിൻ്റെ ഭാരം കൊണ്ട് പാവം ചക്കയുടെ മരം താങ്ങി ആ മരം നിൽക്കുന്നു. നമ്മുടെ നിത്യ കല്യാണി കുറച്ച് മുട്ട് മേളിലോട്ടൊക്കെ ഉണ്ട് കേട്ടോ. വൈകുന്നേരം ആകുമ്പോൾ ഇതെല്ലാം പൂക്കും. അപ്പോൾ ഭയങ്കര മണമായി. നമ്മുടെ വീടിൻ്റെ ഗേറ്റ് കിടക്കുമ്പോൾ തന്നെ ഒരു മണം, വെൽക്കമിങ് സ്മെല്ലാണ്. ഇങ്ങനെ ഒരു ജാസ്മിൻ മണം വരും. ആര് വന്നാലും നല്ല മണം, പൂക്കളുടെ മണമൊക്കെ ഇങ്ങനെ ആസ്വദിച്ചു. ചെറിയാണ് മുരിങ്ങയും ഹാപ്പിയാണ് അവിടെ. ഇതാണ് ടോട്ടൽ സീൻ. സന്തോഷമായി. ഈ മഴയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. നല്ല കറുമുറ കഴിക്കാവുന്ന പലഹാരം, ഒരു 4 മണി പലഹാരം പോലെ എന്തെങ്കിലും ഉണ്ടാക്കി, ഒരു കട്ടൻ ചായയോ കട്ടൻ കാപ്പിയോ ഒക്കെ ഇട്ട് കുടിച്ച് അതൊന്ന് കുറിച്ച് TV എല്ലാം കണ്ടിരിക്കും. അതാണ് വേണ്ടത്. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ലല്ലോ. അത് നല്ല രസമല്ലേ. സോ ആ പരിപാടിക്ക് വേണ്ടി കിച്ചണിലേക്ക് പോകാം അല്ലേ. ഞാൻ അങ്ങനെ ഒരു പ്ലാനിങ്ങിലാണ്. നോക്കാം, പെട്ടെന്ന് ഐഡിയ വന്നു. ഒരു 4 മണി പലഹാരം കറുമുറ കഴിക്കാം. അങ്ങനെ മഴ കണ്ട് അകത്ത് കയറിയ ഞാൻ കൊച്ചടുക്കളയിലാണ് ചൂട് സ്നാക്ക് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിൽ. കാര്യങ്ങളെല്ലാം ഇത് ഓൾറെഡി ഇപ്പോൾ മഴക്കാലമാണല്ലോ, അത് കാരണം ഞാൻ എന്തെങ്കിലുമൊക്കെ സ്നാക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കണുണ്ട്. അപ്പോൾ എന്തായാലും അരി വെള്ളത്തിൽ ഇട്ടിരുന്നു, 1 കപ്പ് പച്ചരി വെള്ളത്തിൽ ഇട്ടിരുന്നു കുതിരാനായിട്ട്. അതിപ്പോൾ സ്ഥിരമായിട്ട്
ഇങ്ങനെ വെള്ളത്തിൽ അരി വെള്ളത്തിലിടുക, ഉഴുന്ന് വെള്ളത്തിലിടുക, അതൊക്കെ ഒരു പാറ്റേണാണ് ഇപ്പോൾ. അപ്പോൾ അത് ഒരു 4 to 6 hours കുതിർന്നാൽ ഏറ്റവും നല്ലത്. പിന്നെ ഇപ്പോൾ 2 ഉരുളക്കിഴങ്ങ്, 2 വലിയ ഉരുളക്കിഴങ്ങായിരുന്നു, പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് കുക്കറിൽ വെച്ച് പുഴുങ്ങി അതിൻ്റെ തോടൊക്കെ കളഞ്ഞിട്ട് കഷ്ണങ്ങളാക്കി വെച്ചു. പിന്നെ ഇതിനകത്ത് എന്തൊക്കെ ചേർക്കാമോ അതൊക്കെ. ഇതൊരു വടയാണ് ഉണ്ടാക്കാൻ പോണത്, അല്ലെങ്കിൽ ഒരു ഫ്രിറ്റേഴ്സ് എന്ന് പറയാം. വേണമെങ്കിൽ ഇത് റൈസ് ആൻഡ് പൊട്ടറ്റോ ഫ്രിറ്റേഴ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ എന്താ പറയുക, ഉരുളക്കിഴങ്ങ് വട എന്ന് പറയാം, നമ്മുടെ റൈസ് വട എന്ന് പറയാം. ഓക്കെ, റൈസ് വട അങ്ങനെ തന്നെ പേരിടാം. എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, അതായത് ആദ്യം നമുക്ക് അരി ഒന്ന് അരച്ചെടുക്കാം, നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. നന്നായിട്ട് കുതിർന്നിരിക്കുവാണ്. അരി കുതിരാനിടുന്ന സമയത്ത് അരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടാണ് കുതിരാനായിട്ട് വെള്ളം ഒഴിച്ച് വയ്ക്കണം. നമ്മളിപ്പോൾ കുതിർന്ന് കഴിഞ്ഞിട്ട് പിന്നെ കഴുകേണ്ട ആവശ്യമില്ല, അങ്ങനെ ആയിരിക്കണം. ഓക്കെ, ഇനി ഇത് അത്യാവശ്യം വേണ്ട വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. അതാദ്യം. അരി ഏതാണ്ട് നല്ല സ്മൂത്തായിട്ട് അരഞ്ഞ് കിട്ടി. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഇതിപ്പോൾ ഇച്ചിരി ഇങ്ങനെ കിടക്കണു. ഇത് ഇച്ചിരി കൂടെ ഒന്ന് അരയ്ക്കുമ്പോൾ ഇച്ചിരി കൂടെ ഒന്ന് ടൈറ്റാകും. ഇത് ഒരു അല്പം കൂടി ഒന്ന് അരച്ചോട്ടെ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് അരയ്ക്കും. റൈസ് പേസ്റ്റ് റെഡി. അരി അരച്ച് പെട്ടെന്ന് തന്നെ, വിത്തിൻ നോ ടൈം. ശരിക്കും പറഞ്ഞാൽ ഫാസ്റ്റ്. അതായത് അരി നല്ല കുതിർന്നിരിക്കുവാണെങ്കിൽ പെട്ടെന്ന് അരഞ്ഞ് കിട്ടും. ഇനി ഇത് ഞാൻ കഴുകുന്നില്ല. ഇനി ഇതിനകത്തേക്ക് തന്നെ ഈ ബൗളിലേക്ക് തന്നെ ഉരുളക്കിഴങ്ങിൻ്റെ പീസസ് ഇട്ട് അതും കൂടി പേസ്റ്റാക്കി അരച്ചെടുക്കാം. മിക്സിയുടെ ബൗളിൽ കൈ ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ എന്നോട് കഴിഞ്ഞ വീഡിയോയിൽ 1-2 കമൻറ്റ്സ് ഞാൻ വായിച്ചു. ചേച്ചി സ്വിച്ചൊക്കെ ഓഫ് ചെയ്തിട്ടാണോ കൈ ഇടുന്നതെന്ന്. മെയിൻ ഇത് കണക്റ്റിംഗ് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യേണ്ടത്. അതൊരു സേഫ്റ്റി മെഷർ തന്നെയാണ്. അത് പറഞ്ഞ ആൾക്കാർ കറക്റ്റ് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. അങ്ങനെ ഒരു സേഫ്റ്റി കൺസേൺ എപ്പോഴും നല്ലതാണ് നമ്മൾ വീട്ടിനകത്ത് പാചകമൊക്കെ ചെയ്യുമ്പോൾ. മിക്സിക്കകത്ത് അല്ലാണ്ട് നമ്മൾ കൈയിട്ടാൽ ഇറ്റ്സ് ഡേഞ്ചറസ്. ചിലപ്പോൾ എന്തെങ്കിലും കാരണവശാൽ സ്വിച്ച് ഓഫ് ചെയ്യാതെ ആണെങ്കിലേ എന്തെങ്കിലും പറ്റിയാലോ. നോക്കിക്കോളൂ. ഇനി അരിയുടെ കൂടെ ഉരുളക്കിഴങ്ങിൻ്റെ ഒരു പ്യൂറി, ഇത് വേവിച്ച ഉരുളക്കിഴങ്ങാണ്, ഇതും കൂടി ചേർത്തിട്ട് ഇനി ഒരു മിക്സി. ഇതിൻ്റെ സംഗതി അങ്ങ് മാറും കേട്ടോ. ഈ ഉരുളക്കിഴങ്ങ് ചേർത്ത് കഴിയുമ്പോൾ റൈസ് മാത്രമാണെങ്കിൽ ഒരു വടയ്ക്കുണ്ടാകുന്നതിനെക്കാട്ടിലും വ്യത്യസ്തമായൊരു ഫ്ലേവറാണ് വരുന്നത്. ഒരു ടെക്സ്ചറും ഒക്കെ വരും. ഓക്കെ, ആഹാ, ഇത് രണ്ടിനെയും കൂടെ മിക്സ്. ഈ ഉരുളക്കിഴങ്ങിൻ്റെ പേസ്റ്റ് മാത്രമായിട്ട് അല്ലെങ്കിൽ പ്യൂറി മാത്രമായിട്ട് ചെയ്താലും ഇങ്ങനെ വരില്ല. അപ്പോൾ രണ്ടും കൂടി വരുമ്പോഴാണ് അതിൻ്റെ ഒരു ടെക്സ്ചർ മാറുന്നത്. ഭയങ്കര രസമായിട്ട് വരും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും. വളരെ ഈസി ആയിട്ടുള്ളൊരു കോമ്പിനേഷൻ വടയാണിത്. അരിവട. അരിവട കൊള്ളാലോ, നല്ല പേരാ. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഇഷ്ടമുള്ള എന്ത് കാര്യം വേണമെങ്കിലും ചേർക്കാം. ഇതിപ്പോൾ ഞാൻ കുറേ പച്ചമുളക് എന്ന് പറയുമ്പോൾ ഒരു 2 വലിയ പച്ചമുളക് അരിഞ്ഞത്, സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. കറിവേപ്പില, മല്ലിയില വേണമെങ്കിൽ അതും ചേർക്കാം. ഇനി ഉപ്പ്, അത് നമുക്ക് ആവശ്യത്തിന് കുറച്ചാദ്യം ചേർക്കാം, പിന്നെ നോക്കിയിട്ട് എക്സ്ട്രാ ചേർക്കാം. ഒന്നുകൂടി ഒന്ന് സ്പൈസപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുളകിൻ്റെ തരി, അതായത് ക്രഷ്ഡ് റെഡ് ചില്ലീസ്, അതും കൂടി വേണമെങ്കിൽ ചേർത്താൽ നല്ലതായിരിക്കും. ഇതൊക്കെ നമുക്ക് എത്ര എരിവ് വേണം കഴിക്കുമ്പോൾ ഇങ്ങനെ കടിക്കാൻ കിട്ടും, അതിന് വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂണാണ് ചേർത്തത്. വേണമെങ്കിൽ ഇച്ചിരി കൂടെ ആണെങ്കിലും ആകാം, 1.5 ടേബിൾ സ്പൂൺ വരെ ആകാം. അതിൽ കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല, എരിവ് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇനി കുറച്ച് ഇഞ്ചി ചെറുതായിരിഞ്ഞതും കൂടി, ഏകദേശം ഒരു ടേബിൾ സ്പൂൺ വരെ ആകാം. ഓക്കെ, അതും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. അങ്ങനെ നല്ലൊരു ബാറ്റർ ഇസ് റെഡി. ഇനി ഇതിനകത്ത് ഒരു കാര്യം കൂടി വേണമെങ്കിൽ ചേർക്കാം, കുറച്ച് കായപ്പൊടിയും കൂടി വേണമെങ്കിൽ ചേർത്താൽ നല്ലതായിരിക്കും. കുറച്ച് കായപ്പൊടിയും കൂടി ഞാൻ ചേർക്കാൻ പോണു. ഇത് എന്തൊക്കെ ചേർക്കണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. പല കാര്യങ്ങൾ ചേർക്കാം, ചേർക്കാതിരിക്കാം, അങ്ങനെ. ഇതിപ്പോൾ കായപ്പൊടി ഇല്ലാണ്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. കായപ്പൊടി ഇട്ട് ചെയ്താൽ വേറൊരു എക്സ്ട്രാ ഫ്ലേവർ കിട്ടും. 1/4 ടീസ്പൂൺ മതിയാകും. വടയുടെ പേര് മാറ്റി കേട്ടോ, വടയല്ല, ബോണ്ട എന്ന് പറയാം. അപ്പോൾ റൈസ് ബോണ്ട, റൈസ് ആൻഡ് പൊട്ടറ്റോ ബോണ്ട. അതിൻ്റെ ഷേപ്പ് എന്തായാലും നമ്മളിങ്ങനെ പിച്ചി ഇടുന്ന പോലെ ആയിരിക്കും, ഫ്രിറ്റേഴ്സ് പോലെ. വടയുടെ ഷേപ്പായിരിക്കില്ല, എന്തായാലും ഒരു റൗണ്ട് ഷേപ്പിൽ വരും. അപ്പോൾ നമ്മുടെ നാടൻ ചട്ടിയിൽ തന്നെ ഉണ്ടാക്കാം, ഇരുമ്പിൻ്റെ ചീനച്ചട്ടി. യെസ്.
എണ്ണ ചൂടാകട്ടെ. എണ്ണ ചൂടായി. നമ്മളിങ്ങനെ നോക്കിക്കോളൂ, ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. കൈ കൊണ്ട് ഇങ്ങനെ ഇടാം, അല്ലാന്നുണ്ടെങ്കിൽ സ്പൂൺ കൊണ്ട് കുറച്ച് കോരി ഒഴിക്കാം. ചെറിയ ബോണ്ട പോലെ ഇങ്ങനെ പൊങ്ങി വരുന്നത് നോക്കിയേ, അതിൻ്റെ ഒരു ഷേപ്പിലങ്ങ് വന്നോളൂ. ഒരു ഗോളി ബാജി സ്റ്റൈലാണ്. ഓക്കെ, സ്വന്തമായിട്ട് തന്നെ നല്ല വലുതായി കൊമളിച്ച് വരുന്നുണ്ടോ? ഇങ്ങനെ ഒരു ബോണ്ട സ്റ്റൈലിൽ വന്നു കഴിഞ്ഞു. ഇതിൽ ഞാൻ ബേക്കിംഗ് പൗഡറും സോഡാപ്പൊടി അങ്ങനെ ഒന്നും ചേർത്തിട്ടില്ല. പൊട്ടറ്റോ അങ്ങനെ ഒരു ഇത് ചെയ്യും, അതായത് മാവ് നന്നായിട്ട് ഇങ്ങനെ ലൈറ്ററാക്കും. അത് പൊട്ടറ്റോയുടെ ഒരു ക്വാളിറ്റിയാണ്. അല്ലാണ്ട് വെറുതെ നമ്മൾ റൈസ് അരച്ചിട്ട് ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും ഇങ്ങനെ ആ ഒരു ടെക്സ്ചറിൽ കിട്ടില്ല. പെർഫെക്റ്റായിട്ട് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ അരി ബോണ്ട. ഉരുളക്കിഴങ്ങ് പേര് നമ്മൾ കട്ട് ചെയ്തില്ല, അരി ഉരുളക്കിഴങ്ങ് ബോണ്ട എന്നും പറയാം. അപ്പോൾ ഇതിന് ഞാൻ ചേർത്ത കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെയാണ്. ഇതിനകത്ത് എക്സ്ട്രാ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം, മല്ലിയില ചേർക്കാം. അങ്ങനെ നമ്മുടെ അരി ബോണ്ട ഈസ് റെഡി. ഫസ്റ്റ് ലോട്ട് നമ്മൾ എടുക്കട്ടെ. നല്ല കരുകരുപ്പായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. എത്ര കളറ് മാറുന്ന വരെ വേണമെങ്കിലും നമുക്ക് മുരിക്കാം, അതൊന്നും പ്രശ്നമില്ല. അത് നോക്കിയിട്ട് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം. അങ്ങനെ എണ്ണ കുടിക്കുകയൊന്നുമില്ല, അല്ലാണ്ട് തന്നെ കറക്റ്റായിട്ട് കിട്ടും. ശബ്ദം കേട്ടല്ലോ, അതാണ് അതിൻ്റെ കരുകരുപ്പ്. യെസ്, ചൂടോടുകൂടി കഴിക്കുകയാണെങ്കിൽ ഈ കരുകരുപ്പ് കുറച്ചൊന്ന് തണുത്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇച്ചിരി കൂടെ ഒന്ന് ആ കരുകരുപ്പ് കുറയുമല്ലോ. പക്ഷേ എപ്പോഴും ചൂടായിട്ട് കഴിക്കേണ്ട കറുമുറ പലഹാരമായിട്ട് തന്നെ ഇതിനെ കൂട്ടണം. ഫസ്റ്റ് ലോട്ട് റെഡി. ഇനി അടുത്തത് നോക്കി ഇൻസൈഡ് അത് നല്ല ഉഴുന്നുവട മാതിരി സോഫ്റ്റ്, പുറമേ നല്ല കരുകരുപ്പ്. ഇത് ശരിക്കും കണ്ടാൽ ഒരു മിനിയേച്ചർ ഉഴുന്നുവടയുടെ ടെക്സ്ചറാണ് പുറമേ കാണുമ്പോഴും ഉള്ളിലൊക്കെ. പക്ഷേ കഴിക്കുമ്പോൾ കുറച്ച് ടേസ്റ്റ് ഡിഫറൻസ്, കുറച്ചുകൂടി വേറൊരു സ്വാദാണ്, ഡിഫറെൻ്റാണ്. ഇപ്പോൾ ചമ്മന്തി കൂട്ടി കഴിക്കാം, അല്ലെങ്കിൽ സോസിൻ്റെ കൂടെ കഴിക്കാം, എന്താണെങ്കിലും ഓക്കെ. നമ്മുടെ അരി ബോണ്ട ഒന്ന് തുടങ്ങിയാലോ കഴിച്ച്, ജസ്റ്റ് ചൂടോടുകൂടി തന്നെ കഴിച്ച് കാണിക്കാനാണേ. പുറമേ കരുകരുപ്പും അകത്ത് സോഫ്റ്റും. യമ്മിയാണ് കേട്ടോ. എരിവൊക്കെ ഇച്ചിരൂടെ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇതൊരു ആവറേജ് മോഡറേറ്റ് എരിവേ ഉള്ളൂ. പക്ഷേ വറ്റൽമുളകിൻ്റെ തരി എനിക്ക് ഇടയ്ക്ക് കിട്ടുന്നുണ്ടോ, അപ്പോൾ കുറച്ചുകൂടെ എരിവ് തോന്നും. ഇനി നമുക്ക് സ്പൂൺ വെച്ച് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഒരുപാട് സൈസ് നമ്മുടെ തീരുമാനമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു ടീസ്പൂണിലാണ് എടുക്കേണ്ടത്. എന്നിട്ട് കാണുന്നുണ്ടല്ലോ, പുഷ് ചെയ്ത് കൊടുക്കുക. എന്തായാലും അത് വലുതാകും, അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ഏത് സൈസ് വേണം, ഇച്ചിരി കൂടെ വലുപ്പത്തിൽ വേണമെങ്കിൽ ഇച്ചിരി കൂടെ കൂടുതലും മാവ്, അത്രേ ഉള്ളൂ. ഇത് നമ്മളിത് സ്പൂണ് കൊണ്ട് കോരി ഒഴിച്ച് ബോണ്ടാസ്, റൈസ് ബോണ്ടാസ്. അപ്പോൾ അതിങ്ങനെ ഒരു രീതിയിൽ ചെയ്യാം. കൈ കൊണ്ട് കോരി ഒഴിക്കാം, അല്ലെങ്കിൽ ടീസ്പൂണിൽ എടുത്താൽ മതി. ഒരു ടീസ്പൂണിലെടുത്തിട്ട് വേറൊരു ടീസ്പൂൺ കൊണ്ട് പുഷ് ചെയ്താൽ മതി. അങ്ങനെ ദ്രുതഗതിയിൽ കാര്യങ്ങൾ നടക്കുന്നു. ഫാസ്റ്റാണ് കേട്ടോ. ഇത് അരയ്ക്കുന്ന താമസമേ ഉള്ളൂ, എളുപ്പത്തിൽ ചെയ്യാം. പിന്നെ അരി വെള്ളത്തിലിട്ട് കുതിർത്ത് അരയ്ക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, കുറച്ച് അരി മാവിൽ ചെയ്യാം. അരിപ്പൊടി, റൈസ് ഫ്ലവർ വാങ്ങാൻ കിട്ടുമല്ലോ പാക്കറ്റിൽ, അതൊന്നും എടുത്താലും മതി. അതും ഈ പൊട്ടറ്റോ മാത്രം വേവിച്ച് അരച്ചിട്ട് അതും അരിപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടും ചെയ്യാം. സെയിം ഇഫക്റ്റ് തന്നെ കിട്ടും. അങ്ങനെ ഒരു പാത്രം നിറച്ച് നമ്മുടെ അരി ബോണ്ട ഈസ് റെഡി. അരി പൊട്ടറ്റോ ബോണ്ട. ഈ പൊട്ടറ്റോ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, അത് സൈലൻ്റ് ആയിരുന്നോട്ടെ. അരി ബോണ്ടാന്ന് തന്നെ പറയാം. ഓക്കെ, ഇതിൻ്റെ കരുകരുപ്പ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അടിപൊളി, നല്ല ബ്യൂട്ടിഫുള്ളി വന്നിരിക്കുന്നുണ്ട്. കാണാൻ എന്ത് ലുക്കാന്ന് നോക്കിയേ. ഇത്
പെട്ടെന്ന് അങ്ങനെ സൗഖ്യമായി പോകുന്ന കാര്യമൊന്നുമല്ല കേട്ടോ. ഇപ്പോഴും ഇതൊക്കെ നല്ല ചൂടായിട്ട് തന്നെ ഇരിക്കണു. ഇത്രയും ഉണ്ടാക്കി കഴിഞ്ഞിട്ടും ഇത്രയും സമയം ഞാനിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് 3-4 പ്രാവശ്യമായിട്ട് 1 2 3 4 5 പ്രാവശ്യം കൊണ്ടാണ് ഞാനത് കംപ്ലീറ്റ് ചെയ്തത്. കുറച്ച് ഞാൻ എണ്ണ അധികം ഉപയോഗിച്ചിട്ടില്ല, കുറച്ച് എണ്ണ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് തീരുന്നവരെയും താഴോട്ടുള്ളതൊക്കെ നല്ല ചൂടായിട്ട് കരുകരുപ്പായിട്ട് തന്നെ ഇരിക്കുന്നത്, അങ്ങനെ സോഗിയായി പോയിട്ടില്ല. ശരിക്കും ഒരു ഉഴുന്നുവട ടെക്സ്ചർ നല്ല കരുകരുപ്പായിട്ട് നമ്മളെങ്ങനെ ഉണ്ടാക്കുക അതുപോലെ തന്നെ പുറം നല്ല മൊരിഞ്ഞ് ഉള്ളിൽ സോഫ്റ്റായിട്ട് ഒരു ചെറിയ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എരിവ് ഞാൻ ആദ്യം കഴിച്ചതിന് എരിവ് കുറവായിരുന്നു, പക്ഷെ എനിക്ക് തോന്നിയതാണ് കേട്ടോ. രണ്ടാമത് ഞാൻ നിങ്ങൾ കാണാതെ ഒരെണ്ണം കഴിച്ചു, നല്ല സ്പൈസി ആയിരുന്നു. കാര്യം നമ്മൾ ആ മുളകിൻ്റെ റെഡ് ചില്ലി ഫ്ലേക്സ് ഇട്ടപ്പോൾ അതിങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തല്ലേ കിടക്കുന്നത്. ചില ഭാഗങ്ങളിൽ കൂടുതൽ വരാം, കുറച്ച് വരാം. വീണ്ടും ഒന്നുകൂടി ഒന്ന് കഴിക്കാൻ തോന്നുന്നു. ഏത് പൈസ ആണെങ്കിലും എടുക്കാം. ഓക്കെ, യെസ്. ടൊമാറ്റോ കെച്ചപ്പ് ഓർ സോസ് എടുത്തിട്ട് വരാം. കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും എടുത്തു. ഓക്കെ, ഇങ്ങനെ അടിപൊളി കേട്ടോ. ഗംഭീരം. ചമ്മന്തി കൂട്ടി കഴിക്കുന്നതിനെക്കാട്ടിലും ടൊമാറ്റോ കെച്ചപ്പ് കൂട്ടി കഴിക്കുന്നതായിരിക്കും കുറേ കൂടെ നല്ല കോമ്പിനേഷൻ. എന്തായാലും ഒരു പാത്രം നിറച്ച് അരി ബോണ്ടയും ടൊമാറ്റോ കെച്ചപ്പുമായിട്ട് ഈ മഴ ആസ്വദിച്ച് നല്ല കറുമുറയും കഴിച്ചുകൊണ്ടിരിക്കാൻ പോവാണ്. നല്ല ചൂട് സ്നാക്ക്. അപ്പം മഴക്കാലമാണ്, നിങ്ങളും ഇതുപോലെ ആസ്വദിക്കും. മഴയെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ, അതുകൊണ്ടായിരിക്കും ഞാൻ ഇത്രയും ഇതാകുന്നത്. മഴക്കെടുതികൾ വരുത്തുന്ന ഒരുപാട് ദുരന്തങ്ങൾ നമുക്ക് ചുറ്റും ഉണ്ട്, ഞാൻ അങ്ങനെ ഗ്ലോറിഫൈ ചെയ്യല്ല. പക്ഷേ കാലാവസ്ഥ പല രീതിയിലാണല്ലോ, അത് ദുരന്തം വിതയ്ക്കുന്ന ലെവലിലേക്ക് പോകുമ്പോൾ സങ്കടം തന്നെയാണ്. എങ്കിലും ഒരു നോർമൽ കേസിൽ നല്ലൊരു മഴ, നമുക്കെപ്പോഴും 4 സീസണുള്ള നാടാണ്, പണ്ട് തൊട്ടങ്ങനെയായിരുന്നു. ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടാണ്. എങ്കിലും ഒരുപാട് കനത്ത വേനൽ കഴിഞ്ഞിട്ട് ഒരു മഴ കിട്ടുമ്പോൾ ഉള്ളൊരു വേഴാമ്പലിൻ്റെ സന്തോഷം പോലെയാണ് ഞാൻ പറയുന്നത്. ഒരു മനസ്സിനൊരു സുഖമാണ് ഇങ്ങനെ മഴവെള്ളവും മഴയും ചെടികളുടെ ആ ഒരു പച്ചപ്പും സന്തോഷവും മഴത്തുള്ളികളൊക്കെ വീണ്. അപ്പോൾ വീട്ടിനകത്ത് തന്നെ ഇരിക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് സമാധാനമായിട്ടിരിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർക്ക് ബുദ്ധിമുട്ടൊക്കെ എത്രയും പെട്ടെന്ന് മാറട്ടെ എന്ന്, ഇങ്ങനത്തെ ഈ മഴക്കെടുതിയൊക്കെ വരികയാണെങ്കിൽ. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കട്ടെ. കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു. അപ്പോൾ അഭിപ്രായം പറയാൻ മറക്കണ്ട, കമൻറ്റ് ബോക്സിലേക്ക് വരിക. ഓക്കെ, സന്തോഷം.